എന്താ ചന്ദ്രു? ഏയ് ഒന്നുമില്ല. പിന്നെ ദേ ഈ തിരികൾ കൊണ്ടുപോയി ആ വിളക്കിലിട്. ഏയ് എന്താ? ഒന്നുമില്ല. ഇതുവരെ ശരിയാക്കില്ലേ ചന്ദ്രു? കത്തിച്ചു കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യേ, ഇങ്ങോട്ട് വാ, നമുക്കിവിടെ തൂക്കാം. അതിനതാ ഞാൻ തൂക്കാം. ഈ സ്റ്റൂളിൽ നിന്ന് പിടിക്കണേ, ആദാമിന്റെ കാലത്തുള്ളതാ. അതെ അതെ, സഹാവ് പറയുന്നതിലും കാര്യമുണ്ട്. റഷ്യയിൽ മാത്രമല്ലടോ, ഇവിടെയും പിരിവിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അത് പിന്നെ പറയണ്ട. പിന്നല്ലാതെ ഇപ്പോഴാ ബുദ്ധി വന്നത്. ഹലോ, എന്താ വേണ്ടത്? പലതും വേണം. ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആരും ഇല്ലേ? ആദ്യം അവരെ വിളി. നോക്കി പേടിപ്പിക്കണ്ട. പ്രായപൂർത്തിയായ ആരെങ്കിലും വിളിക്കടാ കൊച്ചിനെ. നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ട എന്താണെന്ന് പറ, എന്നിട്ട് വേറെ ആളെ വിളിക്കണമെന്ന് ആലോചിക്കാം. നീ ആള് കൊള്ളാമല്ലോ. എന്താ ഇവിടെ കഴിക്കാനുള്ളത്? ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ന്യൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ചിക്കൻ ബലാവോ, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി. എന്റെ അമ്മോ, എന്തൊരു പുരോഗമനം! എനിക്ക് വിശ്വസിക്കാനേ കഴിയണില്ല. ഇതിനൊക്കെ എവിടുന്നടാ വരുമാനം? പറഞ്ഞു തീർന്നില്ല, ഇനിയുണ്ടോ? കേക്കട്ടെ. ഈ പറഞ്ഞു ഒന്നും ഇവിടെ ഇല്ല. തൽക്കാലം നല്ല പുട്ടുകടലയും തരാം. നിന്നെ ഞാൻ ചെന്ന് ചിക്കൻ റെഡിയായി നോക്കടാ. ചിക്കൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഉണ്ടാവും. അത് കഴിക്കാൻ ആളെത്തിയിട്ടുണ്ടെന്ന് പറ. ചിക്കൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ചെറിയ വായില് വലിയ വർത്താനങ്ങൾ പറയാണ്ട് പറഞ്ഞതനുസരിക്കും മോനെ. ചെല്ലടാ, എടാ ചെല്ലാൻ. ഓരോന്ന് കുറ്റിയും പിടിച്ചോണ്ട് വരൂ. ചേച്ചി, അപ്പുറത്തൊരാള് പ്രശ്നം ഉണ്ടാക്കണം. ആരാടാ അത്? അയ്യോ, അതൊന്നും വേണ്ടി വരില്ല. ഒരു പെങ്കൊച്ചാ പ്രശ്നം ഉണ്ടാക്കുന്നേ. അവൾക്ക് ചിക്കൻ തന്നെ വേണോന്ന്. ഓഹോ, നീ ചെന്ന് കോഴിയെ കൊണ്ടുവന്നിട്ടുണ്ടോന്ന് ചോദിക്കവളോട്. എന്നിട്ട് ചിക്കൻ കൊടുക്കാം. നിങ്ങൾ കോഴി കൊണ്ടുവന്നിട്ടുണ്ടോ ചോദിച്ചു. കോഴിയോ? എന്ത് കോഴി? ഏതായാലും കുഴപ്പമില്ല. പൂവനോ പിടയോ ഏത് വേണമെങ്കിലും ശരിയാക്കി തരും. ആര്? ചേച്ചി. നിന്റെ ചേച്ചിയാ? നിങ്ങൾ ഇതൊക്കെ എന്തിനാ അറിയണേ? അവരൊന്ന് കാണാൻ പറ്റുമോ? ആരെ? ഈ പറഞ്ഞ ചേച്ചി. നോക്കാം. നോക്കാമെന്നോ? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? പോയിട്ട് ഉച്ചയ്ക്ക് വാ. അവിടുന്ന് ഇവളെന്നെ ചിക്കൻ ആക്കൂ. ഹലോ. ആഹാ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? സുഖം തന്നെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതാ കുട്ടി പിശാച്? എന്റെ സഹായത്തിന് നിർത്തിയതാ. ഓ, നീ കണ്ടിട്ടില്ലല്ലേ? എങ്ങനെയുണ്ട് ആള്? അവന് ഞാൻ വെച്ചിട്ടുണ്ട്, ഡിങ്കൻ. ഛേ, എന്താ പെണ്ണെ, നിന്റെ തരാ അവൻ? കൊച്ചുകുട്ടിയല്ലേ? എന്ന് വീട്ടിലേക്ക് ചെല്ലേ. ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വരാം. എന്നിട്ട് വേണം നിന്റെ കോളേജിലെ വിശേഷങ്ങളൊക്കെ എനിക്കറിയാം. ചെല്ലു മോളെ. ഓക്കേ.
കള്ളനോ? നിനക്ക് തോന്നിയതാവും. അല്ല, ഞാൻ ശരിക്കും കണ്ടു. നമ്മുടെ വീട്ടിൽ കയറാൻ ധൈര്യമുള്ള കള്ളനോ? അത് വെറുതെയാ. അല്ല ചേച്ചി, വാ, ചേച്ചി വന്ന് നോക്കിക്കേ. ആഹാ, ഇതാണോ കള്ളൻ? ചന്ദ്രു, നീ ഇവളെ പേടിപ്പിച്ചോ? ഇല്ല, എന്നെ പേടിപ്പിച്ചേ. നിന്നെ ഈ രൂപത്തിൽ കണ്ട ആരാ പേടിക്കാത്തത്? ചെന്ന് തുണി എടുത്തു കൊടുക്കടി പെണ്ണെ. ആ, ഇതേ ചന്ദ്രു, ബാക്കി നീ തുണി ഉടുത്ത് വന്നിട്ട് പറയാം. പോ. ചന്ദ്രു പേടിച്ചു പോയി കാണുമല്ലേ? എന്ത് കണ്ടാലും പേടിക്കരുത് ചന്ദ്രു, ധൈര്യമായിട്ട് നിൽക്കണം. അതാരാ ചേച്ചി? ഇന്നൊരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവളെ പറ്റിയാണ്. എന്റെ അനിയത്തി രാഖി കോളേജിലാ. ഇങ്ങനെ വല്ലപ്പോഴും അവധിക്ക് വരും. തിരിച്ചു പോന്നവരെ ചന്ദ്ര ഇവൾക്കൊരു കൂട്ടാവണേ. ലേശം കുസൃതി ഉണ്ടെന്നേ ഉള്ളൂ. പാവാ. അയ്യോ, ചിക്കൻ വെന്ത് കാണും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഈ ചിക്കൻ കഴിക്കാൻ വേണ്ടിയാ അവള് വല്ലപ്പോഴും ഇവിടെ വരുന്നത്. എടി, എന്തോ നടി ഏത് നേരം ആ വീട്ടിലോട്ട് നോക്കിയിരിക്കുന്നത്? അവിടെ കാണിക്കുന്നതൊക്കെ കണ്ടുപിടിക്കാനാണോ? കണ്ടുപിടിക്കാൻ മാത്രം എന്താ അവിടെ ഉള്ളത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എടി, ആ ഇളയ കാന്താരി കോളേജിൽ നിന്ന് വന്നിട്ടില്ലേ? അവളുടെ സ്വഭാവ ഗുണം വെച്ച് ആ ചെറുക്കന് ഒരു വഴിയാകും. ഇവള് കാരണം ചേട്ടത്തിക്ക് വല്ലതും നടക്കുവോ? അതുകൊണ്ട് അവൾ കിളയതിനോട് കുശുമ്പ് തുടങ്ങും. സ്വന്തം സ്വഭാവം ലോകത്തെല്ലാവർക്കും ഉണ്ടെന്നാണോ ചേച്ചിയുടെ ഒരു വിചാരം? എന്റെ സ്വഭാവത്തിന് എന്താ കുറ്റം? ഒന്നുമില്ല, വളരെ തങ്കപ്പെട്ട സ്വഭാവം തന്നെ. എന്താടി, തങ്കപ്പെട്ടത് തന്നെയാ? നിനക്ക് സംശയമുണ്ടോ? എനിക്കൊരു സംശയമില്ല. ദിവസവും ഞാൻ കാണുന്നതല്ലേ. എന്തോന്ന് കണ്ടോന്നാ? വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇതുപോലൊരു ഭർത്താവിന്റെ എന്റെ ചേച്ചിക്ക് കിട്ടിയത് ഭാഗ്യം തന്നെ. എന്താടി അങ്ങേർക്കൊരു കുറവുണ്ടെന്ന് ആര് പറഞ്ഞു? കൂടുതലല്ലേ ഉള്ളൂ. പക്ഷേ ഭാര്യയെ പേടിക്കുന്ന കാര്യത്തിലാണെന്ന് മാത്രം. പേടിക്കണോടി. ചില കാര്യങ്ങളില് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ ഇത്തിരി പേടി വേണം. ചില കാര്യങ്ങളിൽ പേടിക്കണത് നല്ലതാ. ഇവിടെ എല്ലാ കാര്യത്തിലും കേശവൻ ചേട്ടന് ചേച്ചിയെ പേടിയാ. 24 മണിക്കൂറും മൂരിയുടെ വായിലോട്ട് കയ്യും തള്ളിയിരിക്കുന്നില്ല എനിക്ക് പരാതി. ഞാൻ പരാതി തീർക്കണത് കഴിഞ്ഞ ദിവസം കണ്ടു. നീ എന്ത് കണ്ടു നീ പറയണേ? എല്ലാം കണ്ടു. രാഗി ഇതുവരെ എഴുന്നേറ്റില്ലെന്ന് തോന്നുന്നു. നീ ചെന്ന് എഴുന്നേക്കാൻ പറ ചന്ദ്രു. ഇഷ്ടാവോ? എന്നെ കണ്ട് ഭയന്നല്ലേ? ഓ, അതൊന്നും സാരമില്ല. അത് അവൾ അപ്പൊ തന്നെ മറന്നു കാണും. നീ ചെല്ല്. അവളെ നീ വിളിച്ചില്ലേ? എന്താ, അവൾ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല. പിന്നെന്താ വിളിക്കാതെ പോന്നത്? ഏയ് ഒന്നുമില്ല. സത്യം പറ, അവളൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഇല്ല, സത്യം. എന്ന് ഞാനൊന്ന് നോക്കട്ടെ. പെണ്ണെ, എഴുന്നേക്കന്ന്. കുറച്ചു നേരം കൂടി പ്ലീസ്. മതി, കുളിച്ചിട്ട് വാ. എഴുന്നേക്ക്, അമ്പലത്തിൽ പോണം. പിന്നെ നിന്റെ ഈ നടപ്പും കിടപ്പൊക്കെ ഒന്ന് സൂക്ഷിക്കണം. ഇവിടെ ഒരു പ്രായപൂർത്തിയായ ചെക്കനും താമസമുണ്ട്. പ്രായപൂർത്തിയായ ചെറുക്കനുണ്ടെന്ന് കരുതി കെട്ടിയും പൊട്ടിയും ജീവിക്കാൻ എനിക്ക് വയ്യ. കണ്ണും കാതും പൊട്ടി ജീവിച്ചാ അവന് കൊള്ളാം. രാഗി, രാഗി അമ്പലത്തിൽ പോയതാ? കണ്ടിട്ട് എന്ത് തോന്നണു? എന്ത് തോന്നുന്നു? ഞാൻ വെറുതെ. പിന്നെ വെറുതെ എന്തിനാ ഓരോ ചോദ്യങ്ങള്? ചോദിക്കാതെ കാര്യം നടക്കും. ചോദിക്കാതെ നടക്കുന്ന കാര്യങ്ങളും ഉണ്ടല്ലോ. രാഖിയുടെ അഭിപ്രായത്തില് ചോദിക്കാതെ നടക്കുന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞ് കേക്കട്ടെ. അതിപ്പോ വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിച്ച് സമയം കളയേണ്ട പെണ്ണെ. എന്തും നമ്മൾ ആവശ്യപ്പെട്ടെങ്കിലേ നടക്കൂ. എന്നും സൂര്യൻ ഉദിക്കുന്നത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണോ? മഞ്ഞും മഴയും വെയിലും ഒക്കെ നമ്മൾ ചോദിക്കും പോലെയാണ് കിട്ടണേ. പറഞ്ഞു ജയിക്കാൻ വേണ്ടി മഞ്ഞിനെയും മഴേനെയും എന്തിനാ കൂട്ടുപിടിക്കുന്നേ? മനുഷ്യരുടെ കാര്യങ്ങളിലേക്ക് വാ. ഇപ്പൊ എന്നെ കണ്ടപ്പോ ചന്ദ്ര സൈക്കിൾ നിർത്തി ഞാൻ പറഞ്ഞിട്ടാണോ? അല്ല. പിന്നെ നമ്മൾ പരിചയക്കാരല്ലേ, അതുകൊണ്ട് നിർത്തിയതാ. ആ, അപ്പൊ നമ്മൾ ചോദിക്കാൻ തന്നെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് സമ്മതിച്ചേ? സമ്മതിച്ചു.
അപ്പൊ ഒരു കാര്യം ചെയ്യും, എന്നെ ഈ സൈക്കിളിൽ ഒന്ന് കയറ്റും. അതിനെന്താ, കേറിക്കോ. രാജിക്ക് സൈക്കിൾ ചവിട്ടറിയില്ലേ? എന്നെ ആരാ അതൊക്കെ പഠിപ്പിക്കുന്നേ? പഠിക്കണമെന്നുണ്ടോ? പിന്നില്ലേ. എന്നാ ഞാൻ പഠിപ്പിച്ചുതരാം. താങ്ക് യു ചന്ദ്രു. ഇപ്രാവശ്യം കോളേജിൽ തുറന്നിരുമ്പോ എനിക്കും ഷൈൻ ചെയ്യണം. എന്നെ പഠിപ്പിക്കണേ. തീർച്ചയായും. എന്താണ് ചന്ദ്രു? എന്റെ ആശാന, നീ പോയിക്കോ, ഞാൻ വന്നേക്കാം. ഏതാടാ ആ പെണ്ണ്? അവിടുത്തെ ഇളയ കൊച്ച. അങ്ങനെ കൊച്ചൊന്നുമല്ല. അതിരിക്കട്ടെ, നീ ചായക്കട തന്നെ നിൽക്കാൻ തീരുമാനിച്ചോ? നീ വണ്ടി പഠിക്കില്ലേ? തീരുമാനിച്ചിട്ടില്ല. എടാ, ആശാരി ശിഷ്യനൊക്കെ ആകുമ്പോ തല്ലിന്ന് കൊട്ടിന്ന് നോക്കി ഇരിക്കും. അങ്ങനെ വഴക്കിട്ട് പോവാൻ നോക്കിയാ അതിന് നേരം കാണും. നോക്കിയേ, നിനക്ക് പകരം ഞാൻ ഇതുവരെ ഒരു ക്ലിയർ എടുത്തിട്ടില്ല. നിന്നെ ഹെവി ഡ്രൈവറാക്കി ലോറി നിന്നെ ഏൽപ്പിക്കണമെന്നാ ഞാൻ വിചാരിച്ചേക്കണേ. അവള് നിനക്ക് എന്തെങ്കിലും കൂലി തരുവോടാ? ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും ഉണ്ടാവില്ല. നീ അതൊക്കെ വിട്ട് എന്റെ കൂടെ പോരെ. നിന്നോട് എനിക്കിപ്പോഴും സ്നേഹക്കുറവൊന്നുമില്ല കേട്ടോ.